നൈജീരിയയിൽ നിന്ന് മൃതദേഹങ്ങളുടെ വിലാപയാത്രകൾ, നൂറുകണക്കിന് മൃതദേഹങ്ങളുമായി വിലാപയാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു പാസ്റ്റർ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന കുഴിയിൽ നിന്ന് ലോകത്തോട് ഇടപെടൂ എന്ന് വിളിച്ചു പറയുന്നത് കണ്ടു. അത് ക്രൈസ്തവരെ അവിടെ 10,000-കണക്കിന് ക്രൈസ്തവരെ വേട്ടയാടി കൊല ചെയ്യുകയാണ്. ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോകുന്നു. ബൊക്കോ ഹറാം എന്ന തീവ്രവാദ സംഘടനയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ബൊക്കോ ഹറാമും പിന്നീട് അതിൽ നിന്ന് തന്നെ രൂപപ്പെട്ട ഐസപ്പ് എന്ന സംഘടന ഏതായാലും അവിടെ നടക്കുന്നത് വലിയ ഭീകരവാദവും തീവ്രവാദവുമാണ്. അവിടെയുള്ള മനുഷ്യരെ, ആഫ്രിക്കയിലെ മനുഷ്യരുടെ കണ്ണുനീരിന്, അവരുടെ ചോരയ്ക്ക് ലോകം വേണ്ടത്ര വില കൊടുക്കുന്നുണ്ടോ എന്താണ് ചോദ്യം. നൈജീരിയയുടെ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി അദ്ദേഹം പ്രസ്താവന ഇറക്കി, ഞങ്ങൾ തോക്കുകളുമായി ഇരച്ചെത്തും, അവിടുത്തെ ക്രൈസ്തവരെ സംരക്ഷിക്കണം, അവർ വംശഹത്യ നേരിടുന്നു, അവരെ സംരക്ഷിക്കണം, അവർ അസ്തിത്വ പ്രതിസന്ധിയാണ്, അവരെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ട്രംപ് പറഞ്ഞു. ട്രംപ് യുദ്ധത്തിന് തയ്യാറെടുക്കൂ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംരക്ഷണം ഉണ്ടാകും എന്ന നിലപാട് നൈജീരിയയുടെ പ്രസിഡന്റൊക്കെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇടങ്ങളിൽ ഈ വിഭാഗങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. സ്കൂളിൽ നിന്നൊക്കെ 100 കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി സെക്ഷൽ സ്ലേവ്സ് ഒക്കെ ആക്കി മാറ്റുക, ലൈംഗിക അടിമകളാക്കി മാറ്റുന്നു, കൊന്നുകളയുന്നു, കൊന്നു തീർക്കുന്നു എന്ന് പറയാം. അങ്ങനെ വലിയ വേട്ട അവിടെയല്ല സുഡാനിൽ, അവിടെയുള്ള ഇത്തരം മൈനോറിറ്റി വിഭാഗങ്ങൾ ക്രൈസ്തവരൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ നൈജീരിയയിൽ നേരിട്ട് ക്രൈസ്തവരാണ്. ബൊക്കോ ഹറാം അങ്ങനെ പെൺകുട്ടികളൊക്കെ തുടർച്ചയായി തട്ടിക്കൊണ്ടുപോകുന്നു, പലരെയും കണ്ടുകിട്ടാത്ത സ്ഥിതിയുണ്ട്, ആളുകളെ കൊന്നൊടുക്കുന്നു. അങ്ങനെ 10,000-ങ്ങൾ ഇത്തരം ലക്ഷ്യങ്ങളുള്ള ഗ്രൂപ്പുകളുടെ തോക്കിൻ്റെ ഇരകളായി മാറുന്നു എന്നതാണ് സ്ഥിതിവിശേഷമായുള്ളത്.